അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു വെറൈറ്റി വീഡിയോ ആണ്. നമ്മുടെ മുഖ്യധാര മുസ്ലിങ്ങൾക്കിടയിൽ കേരളത്തിലും കേരളത്തിന്റെ പുറത്തൊക്കെ ജീവിക്കുന്ന ഒരു ടീമാണ് വഹാബിസം തലകയറിയ ആളുകൾ, മുജാഹിദ്, അല്ലെ? മുജാഹിദ് ആശയം വെച്ച് പുലർത്തുന്ന ആളുകൾ. വ്യക്തിപരമായിട്ട് നമ്മൾ അവരെ അധിക്ഷേപിക്കുകയോ എൻ്റെ ഈ വീഡിയോ കൊണ്ടൊരിക്കലും ദുരുദ്ദേശമല്ല, സതുദ്ദേശം മാത്രമാണ്. എൻ്റെ ഹിപ്നോട്ടിസം പ്രോഗ്രാമുകളൊക്കെ പല പ്രേക്ഷകരും കണ്ടിട്ടുണ്ടാവും. ഈ ഹിപ്നോട്ടിസത്തെ കുറിച്ച് ഈ മുജാഹിദ് ആശയം വെച്ച് പുലർത്തുന്ന പലരും നമ്മെപ്പറ്റി പറയാറുണ്ട്, അത് ഷിർക്കാണ്, സിഹിറാണ് എന്ന് പറയാറുണ്ട്. ഇതിനെപ്പറ്റി മാത്രമല്ല, എൻ്റെ പ്രധാന വിഷയം ഹിപ്നോട്ടിസത്തെ കുറിച്ച് പറഞ്ഞു എന്നുള്ളതല്ല. ഇസ്തിഗാസ, മഹാന്മാരായ അള്ളാഹുവിൻ്റെ അടുപ്പക്കാരായിട്ടുള്ള ഔലിയാക്കള്, അമ്പിയാക്കളോട് സഹായ അഭ്യർത്ഥന തേടുക, അത് ഇസ്തിഗാസ. ആ ഇസ്തിഗാസയെ ഷിർക്കാണെന്ന് പറയുന്നത്. ഖബർ സിയാറത്ത് ചെയ്യുക ഷിർക്കാണെന്ന് പറയുന്നു. അതുപോലത്തെ ഒരുപാട് പുണ്യമുള്ള അമലുകൾ ഷിർക്കും കുഫറുമാക്കി നമ്മുടെ മുഖ്യധാര മുസ്ലിമീങ്ങളെ മുശിരിക്കാക്കുന്ന ഒരു വിഭാഗമാണ് മുജാഹിദുകൾ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതേസമയത്ത് ഹിപ്നോട്ടിസം, NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം പോലത്തെ നമ്മുടെ സയൻസ് പരമായിട്ടുള്ള പല വിഷയങ്ങളും ഇവർ ഷിർക്കാണെന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്ത അത്ഭുതം തോന്നുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അറിയാത്ത പല ആളുകളാണ്, ഇതിനെക്കുറിച്ച് പഠിക്കാത്ത ആളുകളാണ് അങ്ങനെ പറയുന്നത്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല, അവരിതിനെക്കുറിച്ച് പഠിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ടൊരു ഒരു പ്രവർത്തകൻ, വഹാബിയായ ഒരു പ്രവർത്തകൻ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നു. ഇത് തനി ഷിർക്കാണ്, ഇത് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ സമയത്തുള്ള ഒരു ഫോൺ സംഭാഷണം. ഞാൻ ഇതൊരു ദുരുദ്ദേശത്തോടു കൂടെ വിടുന്നതല്ല, സതുദ്ദേശത്തോടു കൂടെ മാത്രം വിടുകയാണ്. പ്രിയപ്പെട്ട മുഖ്യധാര മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ടത്, എത്ര ലാഘവത്തോടു കൂടെയാണ് ഒരു വിഷയത്തെ സിഹിറാണെന്ന് പറയുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കൊക്കെ വളരെ സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കുക, വേണമെങ്കിൽ വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക. ഇതൊന്നും ഇപ്പൊ ഷിർക്കല്ല. എന്നാണോ ഇതൊക്കെ ഷിർക്കാകുക എന്നുള്ള നമുക്കൊരു പേടിയുണ്ട് സ്വാഭാവികമായിട്ടും. എന്തായാലും ഈ ഫോൺ റെക്കോർഡ് ഒന്ന് കേൾക്കുക. ഒരു കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാഘവത്തോടു കൂടെയാണ് ഇവര് ഷിർക്കും കുഫറും ഒക്കെ ആരോപിക്കുന്നത്, മുസ്ലിമീങ്ങളെ പറ്റി മുശ്രിക്കാക്കുന്നത്. അതിന്റെ ഒരു ചെറിയൊരു ഭാഗം നിങ്ങൾ കേട്ടു നോക്കൂ. ഹിപ്നോട്ടിസം ഹിപ്നോട്ടിസം ഷിർക്കാണെന്നാണോ പറയുന്നത്? ഷെയ്ത്താൻ ഉപയോഗിച്ചിട്ടാണ് ഹിപ്നോട്ടിസം ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഹിപ്നോട്ടിസം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഫാസിൽ ബഷീർ പഠിച്ചിട്ടുണ്ടോ? അപ്പൊ പഠിക്കാണ്ട് നമുക്ക് ഹിപ്നോട്ടിസം എന്താന്നുള്ളത് എങ്ങനെ, അതിന്റെ ഹക്കീക്കത്ത് എങ്ങനെ മനസ്സിലായത്? സിഹിർ ചെയ്യൽ പഠിക്കേണ്ട ആവശ്യമില്ല. അല്ല, സിഹിർ പഠിക്കേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് സിഹിറിന്റെ ആകത്തുക എന്താന്നുള്ള പഠിക്കണം. എന്താ സിഹിർ എന്താന്ന് പറഞ്ഞാട്ടെ നിങ്ങള്. ഓക്കെ, ഷെയ്ത്താൻ ഉപയോഗിച്ച് ചെയ്യുന്നത് എന്നുള്ളൊരു അറിവുണ്ടായതുകൊണ്ട് സിഹിർ ഷിർക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അത് സിഹിർ ഷിർക്ക് എന്നല്ല, സിഹിർ തെറ്റാണ്, അല്ലെങ്കിൽ സിഹിർ ഞാനൊരു പ്രാസംഗികനോ ഒരു ഈ രൂപത്തില് എന്താണ് ആലിമും പണ്ഡിതനൊന്നല്ല. അല്ല, എന്നാലും ഞാൻ ചോദിക്കട്ടെ, അത് എനിക്ക് സന്തോഷം. മാഷാ അല്ലാഹ്, ഞാൻ നിങ്ങളെ മനസ്സിലാക്കണം. കാരണം എന്താന്ന് വെച്ചാലേ, ഇങ്ങനൊന്നും അല്ലാത്ത ഒരാള് ഹിപ്നോട്ടിസം ഷിർക്കാണ്, ഹിപ്നോട്ടിസം തെറ്റാണെന്നൊക്കെ പറയുമ്പോ സ്വാഭാവികമായിട്ടും ഇത് ചില ആളുകള് ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഹിപ്നോട്ടിസത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാം? അതെന്താ സാധനം, അതിന്റെ ഹഖീഖത്ത്? ഇപ്പൊ നിങ്ങൾ പറഞ്ഞു സിഹിർ എന്ന് പറഞ്ഞാൽ ഷെയ്ത്താൻ ഉപയോഗിച്ച് ചെയ്യാന്ന് പറഞ്ഞു. ഹിപ്നോട്ടിസം സിഹിറാണ് അല്ലെങ്കിൽ ഷെയ്ത്താൻ ഉപയോഗിച്ച് ചെയ്യുന്നതാണെന്ന് നിങ്ങൾക്ക് പറയാന് നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെ നിങ്ങൾക്ക് അതിന്റെ എവിഡൻസ് എന്താ? അല്ല അല്ല, ഞാൻ ചോദിക്കുന്നതിന് അതൊരു ക്ലാരിറ്റി വരും. ഓക്കെ, ഇതൊരു ക്ലാരിറ്റി പറഞ്ഞ പല പേരിലാണ് വരുന്നത്. ആധുനികമായിട്ടുള്ള സിഹിർ കട. ഇപ്പൊ പണ്ട് ആൾക്കാർ സിഹിർ എന്ന് പറയുന്നില്ല, പക്ഷെ പുതിയ പേര് NLP അറിയോ? അറിയാം അറിയാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ നിങ്ങളത് പഠിച്ചിട്ടില്ല.
പഠിച്ചിട്ടില്ല. അപ്പൊ ഈ ഹിപ്നോട്ടിസം NLP പഠിക്കാണ്ട് നിങ്ങൾ അത് സിഹിർ എന്ന് പറയാൻ ഹിപ്നോട്ടിസം, ടെലിപ്പതി, റേക്കി ചികിത്സ, മൈൻഡ് തെറാപ്പി, ഈ സംഭവങ്ങളൊക്കെ ഇതിൽ പെട്ട സംഭവങ്ങളാണ്. എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? അതാ ഞാൻ പറഞ്ഞത്. ആര് പറഞ്ഞു? എന്താണ് സിഹിർ, എന്താണ് റുഖിയത്ത് ശർഇയ്യ, എന്താണ് റുഖിയത്ത് ശർഇയ്യ, ശൈത്താൻ എന്തൊക്കെ ഇതിൽ പ്രവർത്തിക്കണേ എന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ഓക്കെ. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നിങ്ങൾ ഹിപ്നോട്ടിസത്തെ കുറിച്ചൊന്നും പഠിച്ചിട്ടുമില്ല, ഹിപ്നോട്ടിസം പഠിക്കാൻ പോയിട്ടില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഹിപ്നോട്ടിസത്തിൽ എന്താണ് നടക്കുന്നത്? ഞാൻ പറയട്ടെ, അല്ല ഞാൻ ചോദിക്കുന്നതിന് ആൻസർ ഇതൊന്ന് ക്ലാരിറ്റി വരുത്താനാ. സഹോദര ഫാസിൽ ബഷീർ, ഒരു മിനിറ്റ്, ഫാസിൽ ബഷീർ ഒന്ന് ഒറ്റ മിനിറ്റ്, ഫാസിൽ ബഷീർ ഇതൊന്ന് കേൾക്കണം. ഹിപ്നോട്ടിസത്തിൽ എന്താണ് നടക്കുന്നത്? ഞാൻ തന്നെ പറഞ്ഞ ശൈത്താൻ ഉപയോഗിച്ചാണ് അവിടെ ആ പ്രവർത്തി നടക്കുന്നത്. ആ തോന്നിപ്പിക്കണോ കാര്യങ്ങളൊക്കെ ശൈത്താൻ ഉപയോഗിച്ചാണ്. അല്ലാതെ ഒരാൾക്ക് തോന്നിപ്പിക്കാൻ കഴിയൂല. അപ്പൊ ഷെയ്ത്താൻ ഉപയോഗിച്ചിട്ടാ ഒരു മിനിറ്റ് നിങ്ങൾ വളരെ സന്തോഷം, നല്ല മറുപടി നിങ്ങൾ പറഞ്ഞു, വളരെ സന്തോഷം ഫാസിൽ ബഷീർ, ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞത് ഷെയ്ത്താൻ ഉപയോഗിച്ചിട്ടാണ് ഹിപ്നോട്ടിസം ചെയ്യുന്നത് എന്നുള്ളത് വളരെ സന്തോഷം. ഞാൻ ചോദിക്കട്ടെ, ഇത് ഷെയ്ത്താൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളോട് ആര് പറഞ്ഞു എന്ന് ഒരിക്കലും മറുപടി അല്ലാണ്ട് എങ്ങനെ മനസ്സിലാവും? അപ്പോൾ ഞാനും പറയാം, ഞാൻ പറയാം, ഒരു ഗുളിക കുടിച്ചാല് ഞാനിങ്ങനെ കാണുമ്പോൾ എനിക്ക് അതിന് പ്രത്യക്ഷത വേറെ ഒന്നും മനസ്സിലാകുന്നില്ല. ഗുളിക കുടിച്ച അസുഖം മാറുന്നുണ്ട്, അത് ഷെയ്ത്താൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എനിക്കത് എവിഡൻസ് ഇല്ലാണ്ട് പറയാൻ പറ്റുമോ? ഇതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ സിഹിർ എന്താന്ന് നിങ്ങൾക്ക് അറിയോ? സിഹിർ നിങ്ങൾക്ക് അറിയണേ? നമ്മള് ഒരു മിനിറ്റ്, ഫാസിൽ ബഷീർ വളരെ സ്നേഹത്തോടു കൂടെയാണ്, ഫാസിൽ ബഷീർ ഞാനിപ്പോ വളരെ സന്തോഷത്തോടു കൂടെയാണ് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് വളരെ അറിയണം എന്നുള്ള ആത്മാർത്ഥതയോട് കൂടെയാട്ടോ ഞാൻ ചോദിക്കുന്നത്. അറിയണം, മനസ്സിലാക്കണം, പൊതുജനങ്ങൾ കൂടെ അറിയണം എന്നുള്ള ആത്മാർത്ഥമായിട്ട്. ഓക്കെ, എന്നാ ഹിപ്നോട്ടിസത്തിൽ എന്താ പിന്നെ ഷെയ്ത്താൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് നിങ്ങൾ പറയാനുള്ള ഒരു കാരണം എന്തെങ്കിലും പറയോ? ആരെങ്കിലും പറഞ്ഞതായിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചതോ, എന്തെങ്കിലും ഒരു കാരണം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഹിപ്നോട്ടിസം അല്ല നിങ്ങൾക്ക് മനസ്സിലായത് എന്ന് പറയാന് ആ മനസ്സിലാകുന്നതിന്റെ പിറകിലുള്ള ഒരു ലോജിക് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ മനസ്സിലാകുന്നതിന്റെ പിറകിലൊരു എവിഡൻസും ആണല്ലോ. ഒരു വിഷയം വെറുതെ അന്ധമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പോകും. ഉദാഹരണം പറയാം, ഫാസിൽ ബഷീർ ആണെന്ന് നിങ്ങൾ പറയുന്നു, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. ഞാൻ പറയാം, ഈ എന്നെ വിളിക്കുന്നത് ഫാസിൽ ബഷീർ ഒന്നുമല്ല, എന്നെ വിളിക്കുന്ന ഒരു ജിന്നാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് ജിന്നാവുമോ? ഇല്ലല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഫാസിൽ ബഷീറിന് ഈ ഹിപ്നോട്ടിസത്തിൽ ഷെയ്ത്താനിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് പറയാൻ എന്താണ് തെളിവ്? ഞാൻ പറഞ്ഞു, ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞത്. അല്ല, നിങ്ങൾ കണ്ടതിൽ എന്താ തെളിവ്? ഇപ്പൊ നിങ്ങള് ഈ ചെയ്ത വീഡിയോയില് ഇപ്പൊ ഒരു മുളക് കൊടുത്ത് കണ്ട ആ കുട്ടീനെ തോന്നിപ്പിച്ചു, അതൊരു ചോക്ലേറ്റ് നിങ്ങൾ പറഞ്ഞു. അപ്പൊ ആ കുട്ടിക്ക് എന്ത് തോന്നി? ചോക്ലേറ്റ് എന്ന് തോന്നി. ശരിയല്ലേ? എങ്ങനെ എന്താണ് അതിൽ പ്രവർത്തനം? അങ്ങനെ ചോദിക്കും. ഓക്കെ, അത് നല്ലൊരു ചോദ്യമാണ്. എങ്ങനെ അത് ഞാൻ പറഞ്ഞുതരും. എങ്ങനെ ഹിപ്നോട്ടിസം ഞാൻ പഠിച്ച സ്ഥിതിക്ക് ഹിപ്നോട്ടിസം ഹിപ്നോതെറാപ്പിയും അതിന്റെ പരിപൂർണ രൂപത്തിൽ ഞാൻ പഠിച്ചിട്ട് ഞാൻ പറയാണ് എന്താ അതിന്റെ പ്രവർത്തനം എന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഞാൻ പറഞ്ഞുതരും ഫാസിൽ ബഷീർ, മാഷാ അല്ലാഹ്, വളരെ സന്തോഷമായിട്ട് നിങ്ങൾ ചോദിച്ചപ്പോൾ വളരെ സന്തോഷമായിരിക്കും. കാരണം ഇത് അറിയാനുള്ളൊരു ആകുലത നിങ്ങളുടെ അകത്തുണ്ട് എന്ന് എനിക്ക് വല്ലാത്ത സന്തോഷം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ എൻ്റെ കമൻറ്റ് മാത്രമല്ല, നിങ്ങൾ പല ആളുകളുടെയും കമൻറ്റിൽ, ഹിപ്നോട്ടിസത്തിൻ്റെ കമൻറ്റിലൊക്കെ ഞാൻ ഇത് സിഹിറാണ്, ഷെയ്ത്താനാണെന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ന്യായം വെച്ചിട്ടാണ് പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ, അതാ ഞാൻ പറഞ്ഞത് ആദ്യം. എന്താണ് സിഹിർ, എന്താണ് സിഹിറിന്റെ വഴികൾ? അത് നിങ്ങൾ പറഞ്ഞു, സിഹിറിന്റെ വഴി എന്താന്ന് പറഞ്ഞാൽ പിശാചിനെ ഉപയോഗപ്പെടുത്തി ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് അതല്ല, സിഹിറിലല്ല എൻ്റെ പ്രശ്നം. ഹിപ്നോട്ടിസത്തിൽ ഷെയ്ത്താനിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ ന്യായമുള്ളത് എന്നാണ് എന്റെ ചോദ്യം. ഞാൻ തന്നെ പറഞ്ഞത്, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പാർട്ടായിക്കാണ്ടാണ് ഈ ഹിപ്നോട്ടിസം. അതന്നെ എന്ന് നിങ്ങൾ പറയുന്നു, സിഹിറിന്റെ പാർട്ടായിട്ടാണ് ഹിപ്നോട്ടിസം എന്ന് നിങ്ങൾ പറയുന്നതിന്റെ ന്യായം എന്താന്നുള്ളതാണ് ചോദിക്കുന്നത്. അവന് പ്രവർത്തിക്കുന്നത് ഒരു മാധ്യമം ഇല്ലാത്ത രൂപത്തില്. അതെ, ഒരു അടിയിലൊരു സംഭവം ഇല്ലാത്ത ഉണ്ട്. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ മാധ്യമമുണ്ട്. അവിടെ മാധ്യമം എന്താ ഉണ്ട്? അതാ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ലാസ്റ്റ് പറഞ്ഞു, പിന്നെ അത് ഞാൻ പറയാം. പക്ഷെ അതൊക്കെ ഞാൻ പറഞ്ഞുതരും, ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരും. പക്ഷെ എന്റെ ചോദ്യം അതല്ല. ഹിപ്നോട്ടിസം അതില് ഷെയ്ത്താന്റെ സാന്നിധ്യം ഉണ്ട്, അതിലൊരു മാധ്യമം ഉണ്ട്, അത് ഷെയ്ത്താനാണ് അല്ലെങ്കിൽ ഷെയ്ത്താനിയത്താണ് എന്ന് ഫാസിൽ ബഷീറിന് പറയാനൊരു ന്യായം ഉണ്ടാകുമല്ലോ.
ആ ന്യായം എന്താ ഞാൻ പറഞ്ഞുതരും. ഞാൻ പഠിച്ചിട്ടുണ്ട്, ഹിപ്നോട്ടിസം പഠിച്ചിട്ടുണ്ട്, ഹിപ്നോ തെറാപ്പി പഠിച്ചിട്ടുണ്ട്, NLP കുറിച്ച് നല്ല ധാരണ, എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. പക്ഷേ ഇതിൻ്റെ ഇടയിലുള്ള മാധ്യമം, ഞാനിപ്പോൾ ആ കുട്ടിക്ക് പച്ചമുളക് കൊടുക്കുന്ന സമയത്ത് കുട്ടി അത് ചോക്ലേറ്റ് ആണെന്ന് മനസ്സിലാക്കാനുള്ള മാധ്യമം ഷെയ്ത്താനാണ് എന്ന്, ഷെയ്ത്താനിയത്താണ് എന്ന് ഫാസിൽ ബഷീർ പറയാനുണ്ടാകുന്നൊരു ന്യായം ഉണ്ടാകുമല്ലോ. സ്വാഭാവികമായിട്ടും പൊതുജനങ്ങൾക്കും നമ്മൾക്കൊക്കെ അത് കേൾക്കാൻ നല്ല ആഗ്രഹം ഉണ്ടാകും. ആ മാധ്യമം ഷെയ്ത്താനിയത്താണെന്ന് പറയുന്നതിനുള്ള ഒരു എവിഡൻസ്, തെളിവ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് സിഹിർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. എന്താണ് ഹെക്കായ എന്താണ്. നിങ്ങൾ സിഹിറിലേക്ക് പോകല്ലേ, ഞാൻ സിഹിർ തെറ്റാണ് എനിക്കും നിങ്ങൾക്കൊക്കെ അറിയാം, അതൊക്കെ. പക്ഷേ ഹിപ്നോട്ടിസത്തിൽ ഷിർക്കുണ്ട് അല്ലെങ്കിൽ സിഹിർ ഉണ്ട് എന്ന് പറയാൻ ഈ നമ്മുടെ ഈ ഫാസിൽ ബഷീറിന്റെ ന്യായം എന്ന് കേൾക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. ഓക്കെ ഷെയ്ത്താനിയത്തിന്റെ എന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങളിത് പറയുന്നു. ഇപ്പൊ നമ്മള് ഒരു ചോക്ലേറ്റ് കൊടുത്താൽ ചോക്ലേറ്റ് പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് മുളക് കൊടുത്താൽ ചോക്ലേറ്റ്. അതായത് അവിടെ എന്തോ ഒരു മനുഷ്യ ശരീരത്തിലൂടെ തീർച്ചയായിട്ടും അറിയാം. അപ്പൊ ഫാസിൽ ബഷീറിന് ഇവിടെ ഹിപ്നോട്ടിസത്തിൽ ഷെയ്ത്താനിയത്തുണ്ട് എന്നുള്ളത് പറയാനുള്ള ഒരു കാരണം ഞാൻ മനസ്സിലാക്കിയത് പറയാട്ടോ. അവിടെ എന്തോ ഒരു മാധ്യമം ഉണ്ടല്ലോ, ആ മാധ്യമം ഷെയ്ത്താനാകാൻ സാധ്യത ഉണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. അല്ല, അത് ഞാൻ പറഞ്ഞുതരും. പക്ഷെ ഒരു മിനിറ്റ്, അത് ഞാൻ കേൾക്കാം. പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. പിന്നെ ഫാസിൽ ബഷീർ അത് മാധ്യമം ഷെയ്ത്താനിയത്താകാൻ സാധ്യത ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ആ സാധ്യത നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂലല്ലോ. അതും തെളിവില്ലാണ്ട് നിങ്ങൾക്ക് തോന്നുക, നിങ്ങളുടെ മനസ്സിൽ തോന്നുകയാണ് അതിൻ്റെ പിറകിൽ ഷെയ്ത്താനിയത്താണ് എന്നുള്ളൊരു തോന്നലുണ്ടായതിൻ്റെ പേരിൽ നിങ്ങൾ ഷെയ്ത്താനിയത്ത് അതിൻ്റെ പിറകിലുണ്ടെന്ന് ഉറപ്പിച്ച് പറയുന്നത് കൊണ്ട് എത്ര ആളുകളെ നിങ്ങൾ സിഹിർ ചെയ്യുന്നവരായിട്ട് ആരോപിക്കുന്നു, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഗുരുതരമായ വിഷയം. അതായത് നിങ്ങൾ ചോദിക്കും. അതെ എങ്ങനെ ഞാൻ പറഞ്ഞുതരും, കൃത്യമായിട്ട്. ഇപ്പൊ ഞാൻ പറയും. പക്ഷെ എന്റെ ചോദ്യം അതല്ല. ഞാൻ നിങ്ങളെ പോലെ പണ്ഡിതനോ. അപ്പൊ സന്തോഷം. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, തീർച്ചയായിട്ടും. സന്തോഷം. അപ്പൊ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഉൾക്കൊള്ളുമായിരിക്കും അല്ലേ? എങ്കിൽ ഞാനത് പറഞ്ഞുതരും. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന. ഓക്കെ. സന്തോഷം. ഞാൻ മരുന്ന് കുടിക്കുകയാണ്, പാരസെറ്റമോൾ കുടിക്കുന്ന സമയത്ത് പനി ഉണ്ടായിരുന്നു. കുടിക്കലോട് കൂടെ സംഭവം അസുഖം മാറിയപ്പോൾ അതിൻ്റെ പിറകിൽ എന്തോ ഒരു വസീല ഉണ്ടല്ലോ, അതിൻ്റെ പിറകിൽ എന്തോ ഒരു മാധ്യമം ഉണ്ടല്ലോ. അപ്പം ഞാൻ സംശയിക്കുകയാണ് ഇത് സിഹിറിൻ്റെ ഭാഗമാണ്, അത് ഷെയ്ത്താനിയത്താണ് എന്ന് ഞാൻ സംശയിക്കുന്നു. എൻ്റെ സംശയം ഞാനത് ഉറപ്പിക്കുന്നു. അതുകൊണ്ടത് സിഹിറാകൂല, അതുകൊണ്ട് ഷെയ്ത്താനിയത്താകൂല. അത് ചെയ്യുന്ന ആൾക്കാർ സിഹിർ ചെയ്യുന്നവരും അല്ലെങ്കിൽ ഷിർക്ക് ചെയ്യുന്നവരും ആകൂല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടുകൂടെ ഫാസിൽ ബഷീർ നിങ്ങൾ മനസ്സിലാക്കിയത് പിഴച്ചതാണ്. ഞാൻ ഒന്നുകൂടെ പറയുകയാണ് ആത്മാർത്ഥമായിട്ട്. ഞാനിതിൻ്റെ സയൻസ് ഞാൻ പറഞ്ഞുതരാം. അതോടുകൂടെ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ പഠിക്കണം. ഇത് എന്നല്ല എല്ലാ വിഷയം. ഇപ്പം ഞാൻ ഹിപ്നോട്ടിസത്തെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. ഇതുപോലെയാണ് എല്ലാ വിഷയവും. ഇപ്പം നിങ്ങൾ മന്ത്രിക്കുന്ന കാര്യം പറഞ്ഞു. ഏത് കാര്യവും നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അറിവില്ലെങ്കിൽ അത് നന്നായിട്ട് പഠിക്കണം. ഞാൻ അറിവുള്ളവനാണെന്ന് ഒരു ധാരണ വെച്ച് അങ്ങനൊന്നും അല്ല. നിങ്ങൾ എന്നെ അങ്ങനെ മനസ്സിലാക്കണ്ട. എല്ലാവരോടും ചോദിച്ച് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഈ വിഷയം പറഞ്ഞു വെച്ചത് ഞാൻ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അതായത് ഹിപ്നോട്ടിസം അത് ഞാനങ്ങനെ പറയുന്ന പച്ചമുളക് കൊടുത്തിട്ട് ചോക്ലേറ്റ് ആണെന്ന് പറയുന്നു, അല്ലെങ്കിൽ മറ്റൊരു സംഭവം സ്നാപ്പ് ചെയ്യുമ്പോഴത്തേനും ആ കുട്ടി ഉറക്കിലേക്ക് പോകുന്നു, സ്ലീപ്പിലേക്ക് പോകുന്നു. ഈ ഘട്ടത്തിലെയും അവിടെ നടക്കുന്നത് എന്താണ് നമുക്കൊന്നും അതിനെ അറിയില്ല. അവിടെ അതിൻ്റെ സബബ് എന്താണെന്ന് അറിയില്ല. അവിടെ അതിൻ്റെ കാരണം എന്താ, അവിടെ സംഭവം എന്താ നടക്കുന്നതെന്ന് അറിയില്ല. അറിയാത്തത് കൊണ്ട് നേരെ സിഹിറിലേക്ക് കൊണ്ടുപോകുന്നു, ഷെയ്ത്താനിയത്തിലേക്ക് കൊണ്ടുപോകുന്നു. അല്ല, ഞാൻ പറയും സഹോദര ഫാസിൽ ബഷീർ വളരെ സ്നേഹത്തോടു കൂടെയാണ്, നല്ല സന്തോഷത്തോടു കൂടെ നമ്മൾ സംസാരിക്കുന്നത്. കാരണം നിങ്ങൾക്കും ഒരു അറിവ് കിട്ടണം, എനിക്കും നിങ്ങളിൽ നിന്നും അറിവ് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് 3-4 ദിവസം മുമ്പ് തന്നെ നിങ്ങൾ ജസ്റ്റ് ഫ്രീ ആകുമ്പോൾ വിളിക്കും. ഞാൻ അടിക്കുന്നത് എടുക്കാത്തത് കൊണ്ട് ഞാൻ വീണ്ടും ഞാൻ ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഹിപ്നോട്ടിസം ഷിർക്കാണ്, സിഹിറാണ് നിങ്ങളിങ്ങനെ പറയുന്നു എന്ന് മാത്രമല്ല, ഈ ചെയ്യുന്ന ആൾക്കാർ മുശ്രിക്കാണ് അല്ലെങ്കിൽ സിഹിർ ചെയ്യുന്നവരാണെന്ന്
സിഹിറിനേക്കാൾ വലിയ തെറ്റാണ് സിഹിർ ആരോപണം എന്ന് നമുക്കൊക്കെ അറിയുന്നൊരു കാര്യമാണ്. നിങ്ങളിപ്പോൾ എത്ര ആളുകൾ സിഹിർ ചെയ്യുന്ന ആളാണെന്നുള്ള ചിത്രീകരിച്ചെന്നറിയോ? എന്തിൻ്റെ പേരിൽ? എൻ്റെ മനസ്സിൽ തോന്നുന്നു അതിൻ്റെ പിറകിൽ എന്തോ. മാഷാ അല്ല, ഞാൻ ഇതിൻ്റെ ഗൗരവം പറയണം, അങ്ങനല്ല, ഒരു കാര്യം മനസ്സിലാക്കണം. അല്ല, ഒറ്റ അങ്ങനെ സമ്മതിക്കുക എന്നുള്ളത് മാത്രം അതൊക്കെ ഞാൻ സമ്മതിപ്പിക്കുക എന്നുള്ളതൊന്നും അല്ല. ഓക്കെ ഫാസിൽ ബഷീർ, അതിൻ്റെ സയൻസ് ഞാൻ പറഞ്ഞുതരും ഫാസിൽ ബഷീറെ. പക്ഷേ ഇതിൻ്റെ ഒരു ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം ഇത് സംഭവം നടക്കുന്ന ഒരു ഗൗരവം എന്താണെന്നറിയോ? ഹലാലായ ജായിസായ ഒരു പ്രവർത്തനത്തെ സിഹിറാണെന്ന്, ഉദാഹരണം പറയാം, കള്ള് കുടിക്കുക. ഒരാൾ കട്ടൻ ചായ കുടിച്ചപ്പോൾ അതിൻ്റെ കളറ് കള്ളാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറയാം, അത് കണ്ടിട്ട് തോന്നുന്നത് പറയാൻ നമുക്കൊരിക്കലും പറയാൻ പാടില്ല. ഇസ്ലാമിൽ പ്രത്യേകിച്ചും കള്ള് പറയുന്നത് പോലെയല്ല, കള്ള് കുടിച്ചു എന്നുള്ളത് പറയുന്നത് പോലെയല്ല. സിഹിർ ചെയ്തു, ഷിർക്ക് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ആ വാക്കിൻ്റെ ഗുരുതര അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയാണ് ഞാനത് വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ ആ വിഷയത്തിൻ്റെ സയൻസിലേക്ക് വരാം. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഷെയ്ത്താനിയത്താണ് ഇതിൻ്റെ വസീല, ഇതിലുള്ള മാധ്യമമെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അതിനുള്ള എവിഡൻസ് ഇല്ല എന്ന് ഉറപ്പാണല്ലോ? അല്ല, അത് പറഞ്ഞുതരും. പഠിച്ചതല്ല, ഇതിൽ കിതാബ് പഠിക്കണ്ടാവും. ഹിപ്നോട്ടിസം പഠിക്കണമെങ്കിൽ കിതാബൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കിതാബ് ഒരു മിനിറ്റ്, ഓക്കെ മനസ്സിലായി, അത് ഞാൻ മനസ്സിലാക്കി തരാം. നോക്കി, നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഇത്ര കാലം തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വിഷയമാണ് എന്നുള്ളതിൻ്റെ ഒരു സങ്കടം, ഒരു 100% പോലും സങ്കടം ഇല്ലാത്തതിൽ നമുക്കൊരു സങ്കടമുണ്ട്. മാത്രമല്ല, ഒരു സാധാരണ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നത് പോലെയല്ല. സിഹിർ ആരോപണമാണ്. സിഹിറും അതുപോലെ തന്നെ ശൈത്താനിയത്തിൻ്റെ വിഷയത്തിൽ ആരോപിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ ചെയ്യുന്ന പണിയേക്കാൾ വലിയ തെറ്റാണ്. എന്താണ്? യെസ്, മാഷാ അല്ലാഹ്. ഇനി ഞാൻ അതിലേക്ക് വരാം. ഇങ്ങനെയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടിയിരുന്ന പണി. എന്താണ് ഉസ്താദെ ഇതിൻ്റെ മാധ്യമം, അല്ലെങ്കിൽ എന്താണ് ഇതിൽ നടക്കുന്ന ഒരു സംഭവം എന്ന് ചോദിക്കലായിരുന്നു നിങ്ങൾ സിഹിറാണ് ശൈത്താനിയത്താണെന്ന് ആരോപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന കാര്യം. ഞാൻ വീണ്ടും പറയാണ്, സിഹിറാണ് ശൈത്താനിയത്താണ് നിങ്ങളെന്ന് ആരോപിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടിയിരുന്ന കാര്യം എന്താണ് ഇതിൻ്റെ പിറകിലുള്ള സംഭവം എന്ന് അന്വേഷിക്കലാണ്. ഏതുപോലെ ഇസ്തിഗാസ ഷിർക്കാണെന്നാണ് പറയുന്നു, അതുപോലെ തന്നെ ഖബർ സിയാറത്ത് ചെയ്യൽ ഷിർക്കാണെന്നാണ് പറയുന്നു. അതിൻ്റെ പിറകിലുള്ള സംഭവങ്ങളും അതിനുള്ള പിറകിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കും. അല്ല, ഇത് എന്ന് കേൾക്കും, ഞാൻ പറഞ്ഞുതരാം. അല്ലല്ല, അതിൻ്റെ സയൻസ് ഞാൻ പറഞ്ഞിട്ടേ വിടുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടേ നിങ്ങൾ അത് ഞാൻ പറയാം. അല്ല, ഒറ്റ മിനിറ്റ്, ഞാനത് എൻ്റെ അടുത്തുനിന്ന് ഒരു അറിവ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് പല കാര്യങ്ങളും പറയേണ്ടതുണ്ട്. അത് നിങ്ങൾ കേട്ടിരിക്കണം. അതിൻ്റെ ഒരു സഹിഷ്ണുത നിങ്ങൾ പ്രകടിപ്പിക്കുന്ന നിർബന്ധമാണ്. കാരണം ഒരു അറിവ് പിടിച്ചു വാങ്ങലല്ല, സ്നേഹത്തോടു കൂടെ തരുന്ന സമയത്ത് നന്നായിട്ട് അത് സഹിഷ്ണുതാപരമായിട്ട് കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ സിഹിർ, ശൈത്താനിയത്ത് വിഷയങ്ങളൊക്കെ ആരോപിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ബോധ്യമായി, ഒറ്റടിക്ക് തോന്നുന്നത് പറയാൻ പാടില്ല എന്നുള്ളത് ബോധ്യമായി. ശരിയാണോ? അല്ലേ? കാര്യം ഞാൻ പറയല്ല. ഇപ്പൊ എന്തിനു ഞാൻ വിളിച്ചതെന്നറിയോ? ഓക്കെ, അത് മാത്രം കിട്ടിയാൽ മതി. പക്ഷേ ഇത് കിട്ടാൻ വേണ്ടിയല്ല നമ്മൾ ഞാൻ പറയും ഇത് കിട്ടാൻ വേണ്ടിയല്ല നമ്മൾ സംസാരിച്ചത്. ഞാൻ എന്തിനാ വിളിച്ചതെന്നറിയോ? നിങ്ങൾ എന്നെ വിളിച്ചതല്ല, ഞാൻ നിങ്ങൾ വിളിച്ചെന്തിനാണെന്നറിയോ? നിങ്ങൾ ഹിപ്നോട്ടിസത്തിൽ ഷിർക്കിൻ്റെ ശൈത്താനിയത്തിൻ്റെ സാന്നിധ്യം അറിയാം. ഞാൻ എന്നാലും അതിൻ്റെ സയൻസ് ഞാൻ പറയും. നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം, ശൈത്താനിയത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നതിൻ്റെ എവിഡൻസ് എന്താണെന്നത് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഫാസിൽ ബഷീറെ ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. പക്ഷേ നിങ്ങൾ എന്നോട് ഇതിന് ശേഷം പറയാം, നിങ്ങൾ ഹിപ്നോട്ടിസത്തിൻ്റെ സയൻസ് എന്താ പറയും. ഞാൻ പറഞ്ഞുതരും. പക്ഷേ എനിക്ക് അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് വളരെ സ്നേഹത്തോടുകൂടി ഉപദേശിക്കാനും മനസ്സിലാക്കാനുള്ളത്. പൊന്നാര ഫാസിൽ ബഷീറെ, നിങ്ങൾ ഒരിക്കലും ഇനി ഒരാളെയും ഷിർക്ക് ആരോപിക്കാൻ പാടില്ല. ശരിക്കും ഓക്കെ. അപ്പൊ ഇത്ര കാലം ഷിർക്ക് ആരോപിച്ചതിനെ കുറിച്ച് നിങ്ങൾക്ക് വിഷമമുണ്ടോ, വേദനയുണ്ടോ?
ഞാനിപ്പോ അതൊന്നല്ല നിങ്ങൾ ഇതിന് ഉത്തരം പറഞ്ഞിരിക്കും. അതല്ല കിട്ടണ്ടേ? അല്ല നമ്മൾ അത് ഞാൻ പറഞ്ഞു തരും. നിങ്ങൾ പിടിച്ചു വാങ്ങലും ഇൽമ് അറിവ് നോളജ് വലിച്ച് പിടിച്ചു വാങ്ങലും അത് ഞാൻ വളരെ സ്നേഹത്തോടുകൂടി ഞാൻ തരും. നിങ്ങളിപ്പോ പറഞ്ഞ ചോക്ലേറ്റ് തോന്നിപ്പിക്കും, അതിലെന്താ ഇനി ഒരു കാര്യം ഫാസിൽ ബഷീർ മനസ്സിലാക്കേണ്ടത്, ഇതുപോലെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ ഓരോ വിഷയങ്ങളിലും ഈ വഹാബിസം ആശയം പിന്തുടരുന്ന ആളുകൾ സുന്നികൾക്കെതിരെ ഓരോ വിഷയങ്ങളിലും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഒന്നും ഉണ്ടാകൂല, എന്നിട്ട് ശിർക്ക് ആരോപിക്കുകയും ചെയ്യും. ഇവിടെയുള്ള പൊതു രംഗത്തിലുള്ള മുഖ്യധാര മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കാക്കാനുള്ള പണി വെക്കുന്നതിൻ്റെ ഒരു പ്രാഥമികമായിട്ടൊരു അറിവ് പോലും ഇല്ലാതെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഞാൻ ആ സയൻസിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ഒരു സയൻസാണ് നടക്കുന്നത്. എന്താ സയൻസ് നടക്കുന്നത്? അള്ളാഹു താല നമുക്കൊക്കെ ഫാസിൽ ബഷീറിനൊക്കെ തന്നിട്ടുണ്ടാവും ഒരു സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ സംഭവം. കേട്ടിട്ടുണ്ടോ? എന്താ അതിന്റെ അർത്ഥം? പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് അയവാ. അപ്പൊ പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഉപബോധ മനസ്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കണം. ഈ ഉപബോധ മനസ്സ് ആക്ടിവേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഹിപ്നോട്ടിസത്തിൽ നടക്കുന്നൊരു സംഭവം. ഇന്ന് സുലഭമായിട്ട് ഈ സാധനം പഠിക്കാൻ സുലഭമായിട്ട് ഞാൻ പഠിച്ചത് പാത്ത് അക്കാദമി എന്നാണ്. ഒന്ന് നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അവരെ പഠിക്കാം. ഇത് പഠിപ്പിക്കുന്നത് പാത്ത് ഇന്റർനാഷണൽ അക്കാദമി എന്നൊരു അക്കാദമി. നിങ്ങൾ പഠിക്കണം, നിങ്ങളിത് പഠിച്ചോളൂ. കാരണം ഇത് നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലൊക്കെ ഒരു ഉപകാരം ഉണ്ടാകും. ഇത് കാണുമ്പോഴേക്കും ഇതിന്റെ സംഭവം എന്താണെന്നുള്ളത് അറിയുമ്പോഴേക്കും സിഹറും ഷെയ്ത്താനിയത്തും പറയുന്ന അതേ ഉപബോധ മനസ്സിനെ ആക്ടിവേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെ ഉപബോധ മനസ്സിനെ എങ്ങനെ ആക്ടിവേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഹിപ്നോട്ടിസം എന്നുള്ളത്. അത് നിങ്ങൾ പഠിക്കണം. ഓക്കെ, മനസ്സുണ്ട് നിങ്ങൾക്ക്? എങ്ങനെ അതിന്റെ സംഭവം എന്ന് പറഞ്ഞ്? അല്ല, മനസ്സിന്റെ സംഭവം എന്താന്ന് പറഞ്ഞ്? അല്ല, ഉപബോധ മനസ്സല്ല ഞാൻ ചോദിച്ചത്. സാധാ മനസ്സിന്റെ സംഭവം എന്താന്ന് പറഞ്ഞ്? അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഉപബോധ മനസ്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഞാൻ ഖുർആനും ഹദീസും തെളിവാണെങ്കിൽ അല്ല, ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വഹാബിസം ആശയം അങ്ങനെയാണ് വിടാൻ പറ്റില്ല. അത് ഫുള്ള് കേൾക്കും നിങ്ങൾ. ഉപബോധ മനസ്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിൻ്റെ ആക്ടിവേഷനാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഹിപ്നോട്ടിസം എന്നുള്ള സംഭവം. ഒരു ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ ഇനി ഹിപ്നോട്ടിസം ഒന്നും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നെറ്റിലൊന്ന് സെർച്ച് ചെയ്യുക, എന്താണ് ഈ ഹിപ്നോട്ടിസത്തിൻ്റെ അടിസ്ഥാനം, എന്താണ് അതിൻ്റെ ആകസത്ത എന്ന് ജസ്റ്റ് ഒന്നൊരു പിന്നെ നിങ്ങൾ നെറ്റിലെങ്കിലും സെർച്ച് ചെയ്യുക. ഇനി ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലൊക്കെ ഉപകരിക്കുന്നൊരു സംഭവമാണ് ഹിപ്നോട്ടിസം. നിങ്ങൾ പഠിക്കുക, മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെ ആകത്തുക, ഇതിൻ്റെ വസീല എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ആക്ടിവേഷൻ മാത്രം അവിടെ നടക്കുന്നത്. അത് ആക്റ്റീവ് ആക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് അല്ല പച്ചവെള്ളം കൊടുത്തിട്ട് ആപ്പിൾ ജ്യൂസ് ആക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗുണം വേറെ ഗുണങ്ങൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ഹിപ്നോട്ടിസം പഠിക്കുമ്പോൾ മനസ്സിലാവും. അത് നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഓക്കെ. അതിന്റെ ഗുണം എന്താണെന്നുള്ളതാണോ? അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് നിങ്ങൾ ഒരു ഭാഗം മാത്രമേ 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ്സിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മൾ പ്രദർശിപ്പിക്കുന്നത്. അതിന്റെ ഗുണം എന്താണെന്ന് അറിയണമെങ്കിൽ ഇനി എൻ്റെ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഹിപ്നോട്ടിസം നിങ്ങൾക്ക് പഠിക്കാം, ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് പഠിക്കാൻ നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ വേറെ ആരുടെങ്കിലും പോയിട്ട് പഠിക്കാം. നിങ്ങൾ എവിടെന്നെങ്കിലും ഇത് പഠിച്ചിട്ട് ഒരിക്കലും ഇത് കാണുമ്പോഴേക്കും ശൈത്താനിയത്താണ്, സിഹിറാണെന്ന് പറയാൻ ഒരിക്കലും ഒരു മുസ്ലിമായ മനുഷ്യന് പാടില്ല എന്ന് കിതാബ് പഠിച്ച ഒരാൾ എന്നുള്ള രൂപത്തിൽ കൂടെ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഓക്കെ, ഇപ്പൊ ഫാസിൽ ബഷീർ ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഓക്കെ, അപ്പൊ അതിന്റെ ബെനിഫിറ്റ് ഞാൻ അറിയേണ്ടതോ അല്ല. ഓക്കെ, ഫാസിൽ ബഷീർ ഒരു മിനിറ്റ് ഓക്കെ, ഫാസിൽ ബഷീർ ഒരു മിനിറ്റ് ഒന്ന് കേൾക്കില്ല. അതില് നമ്മൾ പ്രയോഗിക്കേണ്ട ഖുർആനും ഹദീസും ചരിത്രങ്ങളും അല്ലെങ്കിൽ സഹാബികളുടെ ചരിത്രങ്ങളും കാര്യങ്ങളും കേൾക്കണം, പറയണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയാറുണ്ട്.
ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. ഞാൻ ആകെ ഒരു മിനിറ്റ് തികച്ചില്ലാത്തൊരു വീഡിയോ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്ലാസ്സിൽ നിങ്ങൾക്ക് ആകെ 1 മിനിറ്റിന്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഖുർആൻ പറയുന്നില്ല, ഹദീസ് പറയുന്നില്ല, തഫ്സീർ പറയുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഒരു മിനിറ്റ് എൻ്റെ ചോദ്യം ഇതാണ്, ഇപ്പം നിങ്ങൾക്ക് ഈ ഹിപ്നോട്ടിസത്തിന്റെ വസീല, അതിന്റെ മാധ്യമം ശൈത്താനിയത്തല്ല എന്ന് ബോധ്യപ്പെട്ടോ? ഇല്ല ഇല്ലേ ഇല്ലേ ഓക്കെ, അതാണ് ഇതിന്റെ സയൻസ് ഉള്ളത്. അതിനേക്കാൾ അറിയണമെങ്കിൽ പൊന്നാര ഫാസിൽ ബഷീർ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഹിപ്നോട്ടിസം പഠിക്കൽ നിർബന്ധമാണ് ഒന്ന്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ ഹിപ്നോട്ടിസം പഠിച്ച ഒരാൾ പറയാണ്, ഹിപ്നോട്ടിസം ഹിപ്നോതെറാപ്പി ഒക്കെ പഠിച്ച ഒരാൾ പറയാണ്, ഫാസിൽ ബഷീറെ ഈ പറയുന്ന ഹിപ്നോട്ടിസത്തിന്റെ പിറകിലുള്ള മാധ്യമം വസീല എന്ന് പറയുന്നത്, അതിൻ്റെ മീഡിയ എന്ന് പറയുന്നത് അത് ഉപബോധ മനസ്സ് ആക്ടിവേഷൻ ചെയ്യലാണ് എന്ന് പറഞ്ഞു തന്നിട്ട് നിങ്ങൾ അത് അംഗീകരിക്കാണ്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നിയൊരു കാര്യം, ഹിപ്നോട്ടിസത്തെ കുറിച്ച് പഠിക്കാത്ത നിങ്ങൾ മനസ്സിൽ തോന്നിയൊരു കാര്യം പറയുന്നതിനാണോ ന്യായം? അതല്ല പഠിച്ച ഒരാൾ പറയുന്നത് കേൾക്കാൻ മനസ്സിലാക്കണമെന്ന ആഗ്രഹത്തോടു കൂടെ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് അത് പറയുന്ന ആ നോളജ് അംഗീകരിക്കാതിരിക്കുന്നതാണോ ന്യായം? പറയാം. നിങ്ങൾ മനസ്സിലാക്കി ഇപ്പോഴും നിങ്ങളത് നോക്കൂ. നിങ്ങളുടെ ഒരു മർക്കട മുഷ്ടിയുടെ ആഴത്തിലൊന്നും നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നിങ്ങളുടെ മർക്കട മുഷ്ടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ പറയാം ഞാൻ മനസ്സിലാക്കിയതൊന്നുമല്ല, ശൈത്താനിയത്താണ്. നിങ്ങൾ ഇപ്പോഴും അതന്നെയാണ് വിശ്വസിച്ച് നടക്കുകയാണോ? ഹിപ്നോട്ടിസം ശൈത്താനിയത്താണെന്ന് വിശ്വസിച്ച് നടക്കുകയാണോ? അതന്നെയാണോ? എന്താ അതിന്റെ തെളിവ്? ആയിക്കോട്ടെ, നിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മുസ്ലിമാണ്. നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുസ്ലിമാണ്. മുസ്ലിമായ ഒരാള്, മുസ്ലിമായ ഇത് നമുക്ക് പൊതുജനങ്ങളെ കൂടെ കേൾപ്പിക്കണം. നിങ്ങളിത് റെക്കോർഡ് ചെയ്യുന്നില്ലേ? അതിന്റെ റെക്കോർഡ് ഒന്ന് എനിക്ക് വിട്ടുതരും. നമുക്ക് ഇതൊന്ന് പൊതുസമൂഹത്തിനെ കേൾപ്പിക്കല് വളരെ അത്യാവശ്യമാണ്. എന്തുകൊണ്ടറിയോ? മറ്റൊന്നും കൊണ്ടല്ല, ജനങ്ങൾ പല ആളുകളും ഇത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇനി ഒരു മിനിറ്റ് ഫാസിൽ ബഷീർ. ഓക്കെ, ഫാസിൽ ഒരു മിനിറ്റ്. ഓക്കെ, ഓക്കെ, നിങ്ങൾ അങ്ങനെ മനസ്സിൽ ഇപ്പോഴും നോക്കിയേ, എന്റെ വിഷയം എന്താ അറിയോ? ഇപ്പോഴും നിങ്ങൾ ഇതാ പറയുന്നത് പൊന്നാര ഫാസിൽ ബഷീർ, ഇപ്പോഴും നിങ്ങൾ പറയുന്നത് എന്താ അറിയോ? ഫാസിൽ ബഷീർ ഇപ്പോഴും പറയുന്നത് എന്താ അറിയോ? ശൈത്താനിയത്താണ് എന്ന് പറയുന്നു. ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, ഒറ്റടിക്ക് മാറാൻ കഴിയാതെ ഞാൻ മനസ്സിലാവുന്നു. അപ്പൊ മാഷാ അല്ലാഹ്, അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ അംഗീകരിച്ചോ? നിങ്ങൾ ഇതിപ്പോ ഉപബോധ മനസ്സിൽ നിന്നൊക്കെ ഞാൻ കുറെ കേട്ടാണ് ഇതിനെ കുറിച്ച് പറഞ്ഞത്. പക്ഷെ എന്താ വെച്ചാല് നിങ്ങൾ ഉപബോധ മനസ്സ് ആക്റ്റീവ് ആക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനെ കുറിച്ച് ഞാൻ നന്നായിട്ട് പഠിക്കണം. എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ആരോപിക്കുമ്പോ, ഒരു മുസ്ലിമായ മനുഷ്യനെ പറ്റി സിഹിർ ആരോപിക്കുമ്പോ അതിനൊരു തെളിവ് വേണ്ടേ? അല്ല, സിഹിർ എന്തായിക്കോട്ടെ, ഹിപ്നോട്ടിസം സിഹിർ ആണോ ഇപ്പൊ നിങ്ങളുടെ ധാരണയിൽ? ഒരു മിനിറ്റ് ഞാൻ ചോദിക്കുന്നത്, ഫിറോനിന്റെ സാഹചര്യങ്ങള് ആ വടി എന്താണ് കയറ കെട്ടപ്പോ പാമ്പായി മാറി എന്ന് മറ്റുള്ളവർക്ക് തോന്നി. തോന്നി. അത് സിഹിറാണോ? അതല്ലേ, സിഹിറാണ്. അതുപോലെയാണ് എനിക്കിത് തോന്നിയത്. പക്ഷെ എനിക്ക് വീണ്ടും എന്റെ തോന്നല് വീണ്ടും വരികയാണ്. ഫാസിൽ ബഷീർ, നിങ്ങളുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് വീണ്ടും തോന്നുകയാണ് നിങ്ങളൊരു മനുഷ്യനൊന്നും അല്ല, നിങ്ങളൊരു മരം ആയിരിക്കാൻ സാധ്യത ഉണ്ടല്ലോ. പിന്നെ കല്ല് സംസാരിക്കാൻ സാധ്യതയുണ്ട്, മരം സംസാരിക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് മാത്രമല്ല, ഒരു പാരസെറ്റമോൾ ഗുളിക കുടിക്കുന്ന സമയത്ത് അതിന്റെ പിറകിൽ സിഹിറാണെന്ന് എനിക്കൊരു സംശയം. അല്ല, എൻ്റെ സ്വാഭാവികം എവിഡൻസ് ഒന്നും ചോദിക്കരുത്, എൻ്റെ സംശയം മാത്രം. എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഐഡിയ ഉള്ള ആളുകൾ എന്താ പറയാ? അവന് സുഖമല്ല എന്നല്ല പറയാ ഫാസിൽ ബഷീർ? ഓക്കെ, എന്നതുപോലെ ഇതിനെക്കുറിച്ച് ഹിപ്നോട്ടിസ്റ്റുകളായ ആളുകൾ ഏതൊരാളും നിങ്ങളുടെ ഈ സംസാരം കേട്ടാൽ നിങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുക. അത് പോട്ടെ, നിങ്ങളെക്കുറിച്ചല്ല, നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന വഹാബിസം ആശയത്തെക്കുറിച്ച് മനസ്സിലാക്കും. കാരണം എന്താ അറിയോ? ഇവിടെ സിഹിർ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളെക്കുറിച്ചും ശൈത്താനിയത്തും അതുപോലെ തന്നെ ഷിർക്കും ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്തിഗാസയും ഖബർ സിയാറത്ത് അടക്കമുള്ള പല വിഷയങ്ങളും മനസ്സിലാക്കും. ഇനി ഞാൻ നിങ്ങളോട് ഒരു ഒറ്റ കാര്യം, ഓക്കെ, നിങ്ങൾ വഹാബി അല്ല, പിന്നെ നിങ്ങളെന്താ ഇസ്തിഗാസയെ കുറിച്ച്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നന്നായിട്ട് നമുക്ക് ഹിപ്നോട്ടിസത്തെ കുറിച്ച് പഠിക്കുക.
പഠിച്ചിട്ട് സിഹിറില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ വോയിസ് വിടുക, എനിക്കൊന്ന് ചെയ്യണം. എന്തിനറിയോ? അതിൻ്റെ ഒരു ഇത്ര കാലം നിങ്ങൾ ഒരുപാട് ആളുകളുടെ കമൻറ്റിൽ മുസ്ലിമീങ്ങളായ ആളുകളെ പറ്റി നിങ്ങൾ ശിർക്ക് ആരോപിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗൗരവത്ര നിങ്ങൾക്കറിയോ? അതും എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് ഇപ്പോഴും അതിനെപ്പറ്റി കുറ്റബോധമല്ല. ഇപ്പോഴും പറയുന്നത് ഞാനിപ്പോഴും സിഹിർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാനിപ്പോഴും ശൈത്താനിയത്ത് എന്ന് വിശ്വസിക്കുന്നത് എന്നൊക്കെ പറയുന്നു. നിങ്ങൾക്ക് അതിന് ഒരു അടിസ്ഥാനം പോലും നിങ്ങൾക്കില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് നിങ്ങൾ അല്ല 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 അല്ലല്ല ഒരു മിനിറ്റ് ഉപബോധ മനസ്സിന് ആക്ടിവേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് വിശാലമായിട്ട് അതിനെ ഞാൻ പറഞ്ഞു ഹിപ്നോട്ടിസം നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞത്. അതിൻ്റെ ആകത്തുക എന്താന്നുള്ളത് ചോദിച്ചാൽ അതാ ഞാൻ പറഞ്ഞത്. ഉപബോധ മനസ്സിനെ ആക്ടിവേഷൻ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഹിപ്നോട്ടിസം. എങ്ങനെ ഉപബോധ മനസ്സ് ആക്ടിവേഷൻ ചെയ്യുക, എന്താണ് ഉപബോധ മനസ്സ്, എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ്, എല്ലാം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പഠിക്കാനുണ്ട്. അത് ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ ഹിപ്നോട്ടിസം എന്നുള്ള ഫണ്ട് മുഴുവൻ പഠിപ്പിക്കേണ്ടി വരും. വേണ്ട. ഓക്കെ, മാഷാ അല്ലാ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. എന്തിനറിയോ? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും ഇത് ശൈത്താനിയത്താണെന്ന് പറയരുത്. കാരണം എന്താ പറയുക, മറ്റുള്ള ആളുകളെ നമ്മളെ ഏറ്റവും ചെയ്യുന്ന വലിയൊരു തെറ്റാണ്, വ്യഭിചാരത്തേക്കാൾ വലിയ തെറ്റാണ് ആരോപണം. എന്നതുപോലെ തന്നെ സിഹിറും ശൈത്താനിയത്തൊക്കെ ആരോപിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക, മുസ്ലിമായ മനുഷ്യന്മാർ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദന ഉണ്ടാകുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് അങ്ങനെ വേദന ഉണ്ടോ അല്ലാഹു ആലം എനിക്കറിയില്ല. പക്ഷേ നിങ്ങളൊരു മുസ്ലിമായ മനുഷ്യനായത് കൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ വേദനിക്കണം. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്നെ പറഞ്ഞു എന്ന് മാത്രമല്ല, ഒരുപാട് മുസ്ലിമീങ്ങളായ ആളുകളുടെ കമൻറ്റിൽ ഇപ്പോൾ നിങ്ങൾ വേറൊരു ഉസ്താദിൻ്റെ ഒരു വീഡിയോ എനിക്ക് വിട്ടു തന്നപ്പോഴും അതിൻ്റെ കമൻറ്റ് നോക്കുമ്പോഴും നിങ്ങൾ അത് സിഹിറാണ് ശൈത്താനിയത്താണെന്ന് പറയുന്നുണ്ട്. എന്ന് പറയാൻ ഇത് ചെയ്യുന്ന ഒരാൾ സിഹിർ ചെയ്യുന്നു അല്ലെങ്കിൽ ശൈത്താനിയത്ത് ചെയ്യുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് ന്യായമുള്ളത്? ഒരു ന്യായം നിങ്ങളടുത്ത് കേട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ യഥാർത്ഥ ഹിപ്നോട്ടിസിൻ്റെ പിറകിലുള്ള ന്യായം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല. ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോളൂ. അള്ളാഹുവിൻ്റെ അടുക്കൽ ഞാൻ പറയും, ഫാസിൽ ബഷീറിനോട് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറയും. അപ്പോൾ ഫാസിൽ ബഷീർ നന്നായിട്ട് പഠിക്കുക. എന്താ നിങ്ങൾ പറയാം? അറിവ് എന്ന് പറയാൻ പറ്റൂല. അല്ല, അറിവ് എന്ന് പറയാൻ പറ്റില്ല. അതിനെപ്പറ്റി അറിവ് എന്ന് പറയില്ല. അറിവ് ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം അറിയാം? ഓക്കെ, ഫാസിൽ ബഷീർ അറിവ് എന്ന് പറയണമെങ്കിൽ 100% വേണം. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് സംശയം മാത്രമേ ഉള്ളൂ. അറിയുന്ന കാര്യങ്ങളെ പറ്റിയാണ് അറിയുന്നത് എന്ന് പറയുമ്പോൾ അതിന് അറിവ് എന്ന് പറയാൻ പറ്റൂലെന്ന്. നിങ്ങൾക്ക് അറിയുന്നത് എന്ന് പറയുന്നത് അത് ശരിയല്ല. ഓക്കെ, ഇൻഷാ അല്ലാ, ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ ഇതിനെ കുറിച്ചൊന്ന് പഠിക്കണം. ചെയ്തു പോയ ദോഷങ്ങളൊന്ന് അള്ളാഹു താലയോട് ആത്മാർത്ഥമായിട്ട് മാപ്പൊരുക്കുക കേട്ടോ. അള്ളാഹു താല ഖൈറ് തരട്ടെ. എന്തായാലും ഈ റെക്കോർഡ് വിട്ടു തരണം. നമുക്കിത് പൊതുജനങ്ങൾക്ക് അങ്ങനെയല്ല, പൊതുജനങ്ങൾക്ക് കൊടുക്കാം. അസ്സലാമു അലൈക്കും.